മെയ് 9 കറക്ഷന് ശേഷം മറ്റൊരു ബ്ലാക്ക് ഫ്രൈഡേയുടെ പ്രതീതി ഉണർത്തിക്കൊണ്ടാണ് ഇന്ന് നിഫ്റ്റി വ്യാപാരം ആരംഭിച്ചത്. 415 പോയിന്റിൻ്റെ ഗ്യാപ് ഡൗണിൽ വ്യാപാരം തുടർന്നെങ്കിലും പിന്നീട് ഇത് മെച്ചപ്പെടുത്തിക്കൊണ്ട് 170 പോയിന്റിൻ്റെ നഷ്ടത്തിലേക്ക് മെച്ചപ്പെടുത്തിക്കൊണ്ടുവരാൻ നിഫ്റ്റിക്ക് സാധിച്ചു. ബ്രോഡർ ഇൻഡെക്സുകളെല്ലാം തന്നെ 0.5% താഴെ നഷ്ടം മാത്രമാണ് രേഖപ്പെടുത്തിയത് എന്നത് വളരെ ആശ്വാസകരമാണ്. ഇതിനിടയിൽ തന്നെ നിഫ്റ്റി IT, മീഡിയ, റിയാലിറ്റി, ഫാർമ സെക്ടറുകളിൽ ഒരു മെച്ചം രേഖപ്പെടുത്താനായിട്ടും സാധിച്ചു. നമുക്കറിയാം, ഇന്ന് ലോകമാകമാനം നോക്കിക്കാണുന്നത് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഈ അവസരത്തിൽ ഇത് രണ്ട് രാജ്യങ്ങളെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല. കാരണം മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഓയിൽ എക്കണോമിയാണ്. അപ്പോൾ അതിനെ എഫക്റ്റ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും മൊത്തത്തിൽ എല്ലാ എക്കണോമിയെയും ബാധിക്കുന്ന ഒന്നാണ്. ഇന്ന് ഇന്ത്യയിൽ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അദാനി ഗ്രൂപ്പുകളിൽ വൻ തകർച്ചയാണ് നേരിട്ടത്. 12 സ്റ്റോക്കുകളിൽ 11 സ്റ്റോക്കുകളും നഷ്ടത്തിൽ തന്നെയാണ് അവസാനിച്ചത്. പ്രധാനമായിട്ടും നോർത്തേൺ ഇസ്രായേൽ പ്രവിശ്യയിലുള്ള അദാനിയുടെ ഓണർഷിപ്പിലുള്ള പോർട്ട് ഇന്ന് വളരെ ആശങ്കയിലാണ് നിക്ഷേപകർ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദാനിക്ക് അത്രയും ഒരു കറക്ഷൻ നേരിട്ടത്. അതോടൊപ്പം തന്നെ ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിലേക്കും അതോടൊപ്പം തന്നെ ഡിഫൻസ് മേഖലയിലേക്കും നോക്കുകയാണെങ്കിൽ ഒരു മെച്ചപ്പെട്ട നിലയിലാണ് ഇന്ന് വ്യാപാരം ക്ലോസ് ചെയ്തത്. ബാൾട്ടിക് ഡ്രൈ ഇൻഡെക്സ് 9% ഉയർച്ച രേഖപ്പെടുത്തിയത് ഒരു നിമിത്തമായി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഷിപ്പിങ്ങും ഡിഫൻസും ഈ ഒരു യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിക്ഷേപകർ വളരെ ആവേശത്തോടെ വാങ്ങിക്കൂട്ടുന്ന ഒരു പ്രവണതയാണ് കാണുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രവണതയാണ് മൊത്തത്തിൽ മാർക്കറ്റിലുണ്ടായത്. ഇന്ന് വീക്ക്ലി ബേസിസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 300 പോയിൻറ്റിൻ്റെ കറക്ഷനാണ് കഴിഞ്ഞ ആഴ്ചത്തെ സംബന്ധിച്ചുണ്ടായത്. ബാങ്കിങ് സ്റ്റോക്കുകളിൽ കനത്ത നഷ്ടം തന്നെ നേരിട്ടു. PSU ബാങ്കിങ് സെക്ടർ ഏകദേശം 4.5%-ലധികമാണ് വീക്ക്ലി ബേസിൽ നഷ്ടം രേഖപ്പെടുത്തിയത്. അപ്പോൾ ഇതെല്ലാം വരും ദിവസങ്ങളിൽ തുടരുമോ എന്നുള്ളതാണ് എല്ലാവരും നോക്കിക്കാണുന്നത്. ഏതായാലും മാർക്കറ്റും അതോടൊപ്പം തന്നെ സമാധാനവും തിരിച്ചു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവർക്കും ഒരു നല്ല സായാഹ്നം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.